കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചിട്ട് 5 ദിവസം കഴിഞ്ഞു. കുടിശ്ശികയായ 75 കോടി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മരുന്ന് കമ്പനികളുടെ നിസ്സഹകരണം. രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിൽ നൂറുകണക്കിന് രോഗികളാണ് വലയുന്നത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി മുതലാണ് 75 കോടി രൂപ കുടിശ്ശികയായിട്ടും ഒന്നും കൊടുത്തു തീർക്കാതെ വന്നതോടെ മരുന്ന് വിതരണക്കാർ വിതരണം നിർത്തിയത്. ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങി എല്ലാത്തരം മരുന്നുകളും പുറത്തുനിന്ന് വലിയ തുക കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ. സ്റ്റെന്റ് അടക്കമുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും കിട്ടാതായതോടെ ദിവസവും നടക്കേണ്ട നൂറുകണക്കിന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള വലിയ തുകയുടെ മരുന്നും ലഭ്യമല്ല. ക്യാൻസർ രോഗത്തിൻ്റെയാണ് ഇന്നിപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്നത്. 5000 റുപ്യ മരുന്ന് ഒട്ടാക്കാം. ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ വേറൊരു ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവിടെ പോവുകയാണ്. മലബാറിലെ ഏറ്റവും സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. മരുന്നിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ക്ഷാമം കാരണം യൂറോളജി, നെഫ്രോളജി, ഓർത്തോ വിഭാഗങ്ങളിൽ വിവിധ ശസ്ത്രക്രിയകൾ മുടങ്ങി. ഏകദേശം 75ഓളം വിതരണക്കാരാണ് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നടത്തുന്നത്. 2023 ഡിസംബർ വരെയുള്ള കുടിശ്ശിക മാർച്ച് 31-നകം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചാലേ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കൂ എന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും വിതരണക്കാർ കത്തയച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.